കുറച്ച് കാലം മുന്നേ നമ്മൾ പോയ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിലാണ്. ഞങ്ങൾക്കിതൊരു പുതിയ അറിവായിരുന്നു ഈ ഒരു റിസോർട്ടിനെ പറ്റിയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ പോകുന്ന വഴി ഞങ്ങൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിൻ്റെ പേരാണ് ഹോളിസ്റ്റിക് സ്റ്റേ. ഇതൊരു എക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പൈതൽ മലേൻ്റെ അടുത്തായിട്ടാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ കാരവൻ സ്റ്റേ അവൈലബിൾ ആണ്. അതുപോലെ ട്രീ ഹൗസ് ഉണ്ട്, സ്റ്റോൺ ഹൗസ് ഉണ്ട്, മഡ് സ്റ്റേ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അക്കോമഡേഷൻ ടൈപ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി ഉള്ളൊരു റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എക്കോ ഫ്രണ്ട്ലി റിസോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയൊരു പ്രോപ്പർട്ടിയാണ്. ഇത് ശരിക്കും ഒരു മലേൻ്റെ മേലെയാണ് ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴി ഇരിട്ടിയിൽ നിന്നും ഡീവിയേഷൻ എടുത്താണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രത്യേകതയുള്ളൊരു റൂമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഷേപ്പിലുള്ള റൂംസ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ദ കേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂമാണ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു 3 പേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന റൂമാണ്. അപ്പം ഞങ്ങൾ 2 പേരും മോനുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ ഒരു റൂമാണ്. ഇതിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത് കാടാണ്. ഇത് ശരിക്കും ഒരു മലേൻ്റെ മുകളിലാണ്. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് അധികം മഴയൊന്നും ഇല്ലാത്തത് കാരണം അധികം എന്താ പറയുക, വെള്ളമൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് മഴക്കാലം ആകുമ്പം ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ കൂടിയും ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരും എന്നാണ് ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളിപ്പം കാണുന്നത് ഈ ഒരു പാലമൊക്കെ ഉണ്ടല്ലോ, പാലത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ വെള്ളം പോവും. അത് റെസ്റ്റോറൻ്റാണ്. പിന്നെ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ. അതായത് ഒരു ഡൈനോസർ പാർക്ക് ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷേപ്പിലുള്ള റൂംസ് കേട്ടോ. അത് ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലത്തെ. നമുക്കിങ്ങനെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബ്രിഡ്ജാണ്. അപ്പം നമുക്കതിൽ ആക്ടിവിറ്റി ചെയ്യാം. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് കുറച്ച് ഇറങ്ങി താഴേക്ക് പോകണം. ആ വാട്ടർഫോളിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും കർണാടക കേരള ബോർഡറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വാട്ടർഫോൾ അവിടെയുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറങ്ങി പോകാൻ. പിന്നെ നമ്മൾ പോയ സമയത്ത് അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാര്യമായി എടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു റൂമാണ്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള റൂംസാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ ഫാമിലി ആയതുകൊണ്ടാണ് ഈ റൂം എടുക്കാഞ്ഞത്. നിങ്ങളൊരു 2 ഫാമിലി 3 ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അമേസിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയൊരു റിസോർട്ട് ഉണ്ടായിട്ട് ഇതുവരെ അറിഞ്ഞില്ലല്ലോ ഒരു ചെറിയൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞൊരു ഡൈനോസർ പാർക്ക്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറി വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫാമുണ്ട്. പിന്നെ ആനിമൽസും ഉണ്ട്. അതുപോലെ ഒരുപാട് ചെടികളും, അതായത് ഇവിടത്തേക്കുള്ള കുക്കിങ്ങിന് ആവശ്യമായ പച്ചക്കറികളും എല്ലാം ഇവിടെ തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് തേനീച്ചയുടെ ഒരു ഫാമുണ്ട്. നമുക്ക് തേൻ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ കുറേ ആനിമൽസ് ഉണ്ട്. ഓക്കെ, ഫാം ആനിമൽസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം ഇത് ടർക്കി കോഴിയാണ് കേട്ടോ. പിന്നെ അതുപോലത്തെ പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ഒരു കരിങ്കോഴി അങ്ങനെ എന്തോ ടൈപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഈ പുള്ളിക്കാരൻ. ഓക്കെ, ഈ ജെല്ലിക്കെട്ട് കാള. അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത ഇത് മനുഷ്യനോട് ഇണങ്ങത്തില്ല. ഈ പറഞ്ഞ ആ റോഡ് വില്ലറിന്റെ കാര്യം പറഞ്ഞാൽ ഇത് നമ്മളെടുത്ത് ഇണങ്ങത്തില്ല. ഈ കാള ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം നമ്മളെ കണ്ട പട്ടിയെക്കാട്ടിൽ 4 ഇരട്ടി ഡേഞ്ചറായി. ഒരാൾക്ക് അതിൻ്റെ അടുത്ത് എല്ലാം കഴിയില്ല, ഒരാൾക്ക് അതിനെ തൊടാൻ കഴിയില്ല. ഇതിനെങ്ങനെ അപ്പം ഭക്ഷണമൊക്കെ കൊടുക്കില്ല? നമ്മളിവിടെ ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. ആണല്ലേ? ഇങ്ങനെ ഇട്ട് കൊടുക്കും, വെള്ളം പൈപ്പിലടിച്ച് കുളിപ്പിക്കും. തൊടുന്ന പരിപാടിയില്ല, തൊടാനൊന്നും പറ്റത്തില്ല. തൊടാനോ അതിൻ്റെ അടുത്ത് അല്ലാതെ കഴിയത്തില്ല.
അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ കാളയുടെ വിശേഷങ്ങൾ. അദ്ദേഹം പറഞ്ഞതുപോലെ ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ അടുത്തൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര സൈസാണ് കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല സൈസ് ഉണ്ട് നേരിട്ട് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് കൗതുകം ഉള്ള ഒരു കാഴ്ചകളാണ്. നമ്മളിതൊരു യൂഷ്വൽ റിസോർട്ട്സിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊന്നും കാണാൻ പറ്റില്ലല്ലോ. ആ കാള മാത്രമല്ല, ബാക്കി ഇവിടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇത്തിരി അപകടകാരികളാണ്. അപ്പം നമ്മളിങ്ങനെ ദൂരെ നിന്ന് അവരെ കാണുക, വീഡിയോ എടുക്കുക, പോവുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവർക്ക് ഇത് മാനേജ് ചെയ്യാനും അവരെ നോക്കാനും ശുശ്രൂഷിക്കാനൊക്കെ പ്രത്യേകം സ്റ്റാഫിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പണിക്കാരൊക്കെ ഉണ്ട്, അവരാണ് ഇതിനെ നോക്കുന്നതൊക്കെ. അപ്പം ഈ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്മരിയാടിൻ്റെ കുറച്ച് കൂട്ടം അവിടെ കാണാം. അപ്പം നമ്മൾ പോയ സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നില്ല, ഈ ആടുകളെ. അവർ അതിനെ മേയാൻ വിട്ടിരിക്കുകയായിരുന്നു. അപ്പം മേയാൻ വിട്ട് അവർ വന്ന് ആ ഒരു വിശപ്പും ദാഹമൊക്കെ ഇതായിട്ട് അവർ വെള്ളമൊക്കെ കുടിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ റിസോർട്ട്. പിന്നെ ലൈക്ക് ഇവർ സ്റ്റാഫ്സ് ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരിങ്ങനെ നമുക്കിങ്ങനെ നമ്മളെ കൂടെ നടന്ന് കൂടെ വന്ന് നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ സിപ്പ് ലൈന് അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നില്ല. ഐ മീൻ എല്ലാം ഒന്നും ചെയ്തില്ല, ബിക്കോസ് അതൊക്കെ ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ നമുക്കിതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ, എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാണ് നമ്മളെ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെക്കൗട്ടായി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.